ലോകത്തെ സ്തംഭിപ്പിക്കണമെങ്കിൽ ട്രേഡ് ഇല്ലാതാക്കണം. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഏഷ്യൻ രാജ്യങ്ങളെ സ്തംഭിപ്പിക്കണമെങ്കിൽ ഓയിൽ ഇല്ലാണ്ടാക്കണം. ഇതെല്ലാം നടക്കണമെങ്കിൽ പ്രധാനപ്പെട്ടൊരു സ്ഥലമുണ്ട്, ദ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അഥവാ ഹോർമൂസ് സ്ട്രെയ്റ്റ് എന്ന് പറയുന്നൊരു സ്ഥലം. ഇവിടെ നിന്നാണ് ഗൾഫിൽ നിന്ന് പ്രധാനപ്പെട്ട ഓയിൽ ടാങ്കേഴ്സും ഓയിലെല്ലാം ഏഷ്യൻ രാജ്യങ്ങളായ നമുക്ക് ഇന്ത്യ ഉൾപ്പെടെ കിട്ടുന്നത്. ഇവിടെ ഈ ഹോർമൂസ് സ്ട്രെയ്റ്റ് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ ഓയിലില്ല, ഓയിൽ ഇവിടെ ലഭിക്കില്ല. ഓയിൽ കിട്ടാതിരുന്നാൽ ഓയിൽ പ്രൈസ് വില കൂടും. അങ്ങനെ മൊത്തത്തിൽ എനർജി സപ്ലൈ ചെയിൻ തകരും. ഇതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇറാൻ പ്രശ്നത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ്, ഇറാൻ കൺട്രോൾ ചെയ്യുന്ന ഒരു പോർഷൻ, ഇറാൻ കൺട്രോൾ ചെയ്യുന്ന സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് പ്രധാനപ്പെട്ട ഓയിൽ, LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എല്ലാം ഇന്ത്യയിലേക്ക് വരുന്ന ഗൾഫിൽ നിന്നും, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇറാൻ വഴി, ഗൾഫ് ഓഫ് ഒമാൻ വഴി, അറേബ്യൻ സീ വഴി നമുക്കെത്തുന്ന ഒരുപാട് ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ് ഒന്നും ഇപ്പോൾ വരുന്നില്ല. അവിടെ ഇറാൻ അത് പ്രഷർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ വില, ഓയിലിൻ്റെ സപ്ലൈ മൊത്തം എഫക്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എല്ലാവരും ചോക്ക് പോയിന്റ് എന്നാണ് വിളിക്കുന്നത്. ഇത്രയും വലിയൊരു സംഭവമാണ്. അപ്പോൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിന് ഇങ്ങനെ ഒരു ചെറിയ ക്ലോഷർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയ പ്രഷർ വന്നു കഴിഞ്ഞാൽ ലോകത്തെ ട്രേഡ് മുഴുവൻ ഡിഫിക്കൽട്ടിയിലാകും എന്നൊരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്താണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ്? എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ്? ഇന്ത്യ പോലെ രാജ്യത്തിന് എന്തായിരിക്കും ഇതിൻ്റെ ഇമ്പാക്റ്റ്? എങ്ങനെ നമുക്ക് ഈ പ്രോബ്ലം ഓവർകം ചെയ്യാൻ പറ്റും? എന്തൊക്കെയാണ് ഗ്ലോബൽ പ്രശ്നങ്ങൾ? നമുക്ക് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ചർച്ച ചെയ്യാം. ഐ എം അർജുൻ ആർ ശങ്കർ. ദിസ് ഇസ് കോണ്ടെക്സ്റ്റ് ഫോർ IAS ഫാക്ടർ. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൻ്റെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ, കാരണം ഇത്തരം ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ നമുക്ക് മാപ്പ് അറിയാന്നുള്ളത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും. നോക്കിക്കഴിയുകയാണെങ്കിൽ ഇറാൻ, നോർത്തേൺ സൈഡിൽ ഇറാനും സതേൺ സൈഡിൽ ഒമാനും കാണാൻ പറ്റും, ഗൾഫ് ഓഫ് ഒമാനും കാണാൻ പറ്റും, മുസന്തം പെനിൻസുല എന്ന് പറയുന്നത് സൈഡിൽ നിങ്ങൾക്ക് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും UAEയും കാണാൻ പറ്റും. ഇതുവഴി വരുന്ന കപ്പലുകൾ മാപ്പ് വഴി നോക്കുകയാണെങ്കിൽ ഇതുവഴി ഗൾഫ് ഓഫ് ഒമാൻ വഴി, അറേബ്യൻ സീ വഴി ബാക്കി രാജ്യങ്ങളിലേക്ക് കണക്റ്റ് ആവും. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുമ്പോൾ ഏകദേശം 167 കിലോമീറ്റർ, ഇതൊരു നാരോ പാസേജ് ആണ്. 167 കിലോമീറ്ററോളം വരുന്ന, ഏതാണ് 30-33 കിലോമീറ്റർ വൈഡ് ആയിട്ടുള്ള 3 കിലോമീറ്റർ വീതിയുള്ള ഷിപ്പിംഗ് ചാനൽസ് ആണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ സൗദി അറേബ്യ, ഇറാഖ്, ഇറാൻ, UAE, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അവരുടെ ഓയിലും ഗ്യാസും മറ്റ് രാജ്യങ്ങളിലേക്ക്, അതായത് ഗ്ലോബൽ ഓഷ്യനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഡിപ്പെൻഡ് ചെയ്തേ സാധിക്കുള്ളൂ. ആ മാപ്പ് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ റൂട്ട് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട വ്യാപാരമാണ് ഓയിൽ. ഓയിലും ഗ്യാസുമാണ് ഇവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം ഈ ഗൾഫ് രാജ്യങ്ങളുടെ. അതുകൊണ്ട് ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിലൂടെ തന്നെ ഏകദേശം 20% ഓഫ് ദ ഓയിൽ, ലോകത്തിൻ്റെ ഓയിൽ പ്രൊഡക്ഷൻ ഈ വഴിയാണ് പോകുന്നത്. അത് മാത്രമല്ല, ഏതാണ്ട് 25%ഓളം ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, LNG, ഖത്തർ പോലത്തെ ഒരു വലിയ രാജ്യങ്ങൾ LNG സപ്ലൈ ചെയ്യുന്നുണ്ട്. അതും ഇതുവഴി തന്നെയാണ് പോകുന്നത്. കണക്കുകൾ പ്രകാരം ഒരു ദിവസം 20 മില്യൺ ഓയിൽ ബാരലുകളാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്, ഇതുവഴി ട്രാഫിക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അത്രയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് ഇത്. അതുകൊണ്ടാണ് ഇതിനെ ചോക്ക് പോയിന്റ് എന്ന് വിളിക്കുന്നത്. കാരണം ഈ ഏരിയ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ഈ ഏരിയ അടയ്ക്കാൻ പറ്റില്ല. ഇറാൻ മാത്രമല്ല, ഇറാനാണ് ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് തെറ്റാവും. കാരണം ഇറാനും കൺട്രോൾ ഉണ്ട്, ഒമാനും അതിന് ഈക്വൽ ആയിട്ടുള്ള കൺട്രോൾ ഉണ്ട്. പക്ഷേ ഇറാന് സ്വാഭാവികമായിട്ടും ഇറാനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറാൻ വേണമെങ്കിൽ ഈ ഏരിയ ത്രറ്റൻ ചെയ്യാൻ പറ്റും, ഈ ഏരിയ ഡിസ്റപ്റ്റ് ചെയ്യാൻ പറ്റും, ഈ ഏരിയയുടെ ട്രേഡിനെ വേണമെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. അത് ലോകത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാൻ പോലത്തെ രാജ്യം ഇത്രയും ബിസി ആയിട്ടുള്ളൊരു മാരിടൈം ട്രേഡ് റൂട്ടൊക്കെ ബ്ലോക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കേണ്ടി വരും, ഇവിടെ നിയമങ്ങളൊന്നും ഇല്ല ഇതൊന്നും പാലിക്കാൻ വേണ്ടി. ഡെഫിനറ്റ്ലി ലോസ് ഉണ്ട്. യുണൈറ്റഡ് നേഷൻസിൻ്റെ അൺക്ലോസ് എന്ന് പറയുന്ന ദ കൺവെൻഷൻ ഓഫ് ദ ലോ ഓഫ് സീ, മിക്ക ഓഷ്യൻസും ടെറിട്ടറിയും ഒക്കെ ഗവേൺ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നിയമം കൂടാണ് ലോ ഓഫ് ദ സീ എന്ന് പറയുന്നത്. ഇതനുസരിച്ചിട്ട് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ഒരു നാരോ സ്ട്രെയ്റ്റ് ആണ്. അപ്പോൾ ചില നാരോ സ്ട്രെയ്റ്റ്സിന് വേണമെങ്കിൽ നാവിഗേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത് അൺക്ലോസിൻ്റെ നിയമത്തിലുണ്ട്. അതിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതും അങ്ങനെ ഒരു നാവിഗേഷൻ ഫ്രീ ഉള്ള ഒരു ഇൻ്റർനാഷണൽ നാവിഗേഷൻ പെർമിഷൻ ഉള്ളൊരു ഏരിയ ആണ്. അതായത് ഫിഷിംഗ്, ട്രാവലിംഗ്, നാവിഗേഷന് വേണ്ടി ഷിപ്സ് മാത്രമല്ല, ഈവൻ എയർക്രാഫ്റ്റ്സിന് പോലും പറക്കാനുള്ള അനുമതി ഈ ഏരിയയിലുണ്ട്. കാരണം അത് അങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യമുണ്ട്, ഈ ഇറാൻ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത്. കാരണം ഈ സ്ഥലത്തിന്
ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസിറ്റ് പാസേജ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസിറ്റ് പാസേജ് അനുസരിച്ചിട്ട് ഇതിലൂടെ ഓയിൽ ടാങ്കറുകൾ, നേവൽ ഷിപ്പുകൾ, എയർക്രാഫ്റ്റുകൾ, സാധാ ഷിപ്സ്, കാർഗോ ഷിപ്സ്, ഇതിനെല്ലാം ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള, നാവിഗേറ്റ് ചെയ്യാനുള്ള സൗകര്യം കൂടെ ഈ ലോയിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട്. ഈവൻ എയർക്രാഫ്റ്റിന് പോലും ഇത് കൂടെ പറക്കാൻ പറ്റും, മിലിറ്ററി എയർക്രാഫ്റ്റ്സിനും പറക്കാൻ പറ്റും. ഒരു ടെറിട്ടോറിയൽ രാജ്യത്തിനും പറയാൻ പറ്റില്ല ഈ സ്ട്രേറ്റിലൂടെ ഇവർ വന്നു അതുകൊണ്ട് ഞങ്ങൾ ഒഫൻഡഡ് ആയി എന്ന് പറയാൻ സാധിക്കില്ല. ഇതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ. പക്ഷേ ഇറാൻ ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ ഇതിനെ അംഗീകരിക്കുന്നില്ല. കാരണം ഇറാൻ്റെ തിയറി അനുസരിച്ചിട്ട് ഇതിന് ഇന്റർനാഷണൽ മാരിടൈം ലോ, ഇന്റർനാഷണൽ മാരിടൈം റൂട്ടൊക്കെ ആയിരിക്കാം, പക്ഷേ ഈ സ്ട്രേറ്റിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയ ഇറാൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലൂടെയാണ് പോകുന്നത്. സാധാരണ മറ്റൊരു രാജ്യത്തിൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ നമുക്ക് ഇന്റർനാഷണൽ ഷിപ്പുകൾക്കോ കാർഗോ ഒന്നും പോകാൻ പറ്റില്ല. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇറാൻ പറയുന്നത് അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലൂടെ ഇത് പോകുന്നുണ്ട്. അപ്പോൾ എന്തിനായിരിക്കും യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭയൊക്കെ ഇതിനകത്ത് ഇടപെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ ഇത്രയും ബിസിയസ്റ്റ് ആയിട്ടുള്ള കാർഗോയ്ക്കും ട്രേഡിനും ഒരു ട്രേഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഇക്വിലിബ്രിയം, ഒരു ബാലൻസ് ഓഫ് ട്രേഡ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ നിയമങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നത്. അതായത് ഒരു രാജ്യം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഇത്രയും രാജ്യങ്ങളുടെ ട്രേഡിൻ്റെ സാധ്യതകൾ വെട്ടിക്കുറയ്ക്കാനുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ഷൻ കാരണം ഇത്രയും രാജ്യങ്ങൾ എഫക്റ്റഡ് ആവുന്നു എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇറാൻ ഈ സ്ഥലങ്ങളെല്ലാം അടയ്ക്കുന്നു അല്ലെങ്കിൽ ഡിസ്റപ്റ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം ഒരു മിലിറ്ററി ആക്ഷൻ മാത്രമല്ല, മറിച്ചൊരു വയലേഷനാണ് ഇന്റർനാഷണൽ മാരിടൈം ലോവിൻ്റെയും ഗ്ലോബൽ ഇക്വിലിബ്രിയം, അതായത് ഗ്ലോബൽ ട്രേഡിന്റെ ബാലൻസിനും എഗൻസ്റ്റ് ആയിട്ടുള്ള വലിയൊരു വയലേഷനാണ് ഇറാൻ നടത്തുന്നത്. ഈ ഒരു ക്രൈസിസ് ഇന്ത്യനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എനർജി തന്നെയാണ് പ്രധാന സംഭവം. കാരണം ഇന്ത്യയുടെ എനർജി എന്ന് പറയുമ്പോൾ ഓയിലും നാച്ചുറൽ ഗ്യാസും എല്ലാം വലിയൊരു അളവ് വരെ, ഏകദേശം 50% മുകളിൽ നമ്മൾ ഇമ്പോർട്ടാണ്. പ്രധാനമായിട്ടും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഓയിലും നാച്ചുറൽ ഗ്യാസൊക്കെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നതും. നമുക്ക് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഉണ്ട്, പക്ഷേ എന്നാലും വലിയൊരു അളവ് വരെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ ഇന്ത്യനെ എഫക്റ്റ് ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, പ്രൈസ്. ഓയിലിൻ്റെ വില കൂടുന്തോറും ആ വില നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. നമ്മൾ എന്നാലും ഗവൺമെൻറ് സബ്സിഡൈസ് ചെയ്ത് നമുക്ക് വിലക്കയറ്റം സാധാരണ ജനത്തിനെ ബാധിക്കാത്ത ലെവലിൽ പിടിച്ചു നിർത്തും. പക്ഷേ ഓയിലിൻ്റെ ബാരലിൻ്റെ ഒരു പ്രൈസ് ഒരു പരിധിക്ക് വരെ ഗവൺമെൻറ്റിന് ഇത് സബ്സിഡൈസ് ചെയ്ത് സാധാരണക്കാരന് ഇതിന് ഇമ്പാക്റ്റ് കൊടുക്കാത്ത രീതിയിൽ അവിടെ വില കയറ്റുന്നതനുസരിച്ച് ഇവിടെ നമ്മൾ വില കയറ്റാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, സാധാരണക്കാരൻ കഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഒരു ലെവൽ വരെ കുഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ ഈ പ്രൈസ് ഗവൺമെൻറ്റിനും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതാകുമ്പോൾ കസ്റ്റമേഴ്സിലേക്കും സാധാരണ ജനത്തിലേക്കും അത് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാകും. അത് വലിയൊരു അലാമിങ് സിറ്റുവേഷനാണ് ഇന്ത്യ പോലത്തെ ഒരു എക്കോണമിക്ക്. അപ്പോൾ വില ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്, പ്രൊഡക്ഷൻ വലിയൊരു ഫാക്ടറാണ്. കാരണം ഈ നാച്ചുറൽ ഗ്യാസും ഇതും വെച്ചിട്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരുപാട് ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി ആണെങ്കിലും പവർ സെക്ടർ ആണെങ്കിലും മറ്റൊരുപാട് ഹൗസ് ഹോൾഡ് ഇതിനൊക്കെ ആണെങ്കിലും നമുക്ക് LPG തൊട്ട് എല്ലാം വേണം. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് LNG. ഖത്തറിൽ നിന്നും ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് നമ്മൾ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യ. അപ്പോൾ ഈ LNG കിട്ടുക എന്ന് പറയുന്നതും വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ ഖത്തറിൽ നിന്നും LNG വരാതെ ഇരിക്കുമ്പോൾ നമുക്കത് പിന്നെയും വലിയൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. കാരണം LNG എടുത്തിട്ട് നമ്മൾ സാധാരണ ഇന്ത്യയിൽ LNGക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുള്ള പോലെ LNG അണ്ടർഗ്രൗണ്ട് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഒന്നും നമുക്കില്ല. നമുക്ക് കോസ്റ്റൽ സിറ്റീസിലൊക്കെ LNG ടെർമിനൽസ് ഉണ്ട്. അവിടെ നിന്നും പിന്നീട് അത് പൈപ്പ് ലൈൻ ആയിട്ട് ഗ്യാസ് ആയിട്ടും പല രീതിയിൽ നമ്മളത് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ LNG കിട്ടാതായാലും ഇന്ത്യക്ക് ഡിഫിക്കൽട്ടി ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ചരിത്രപരമായ സ്ഥലം, ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ കുറിച്ചിട്ട് 2-3 ചരിത്രപരമായ കാര്യങ്ങളോട് നമ്മൾ ഷെയർ ചെയ്യണം. ഏൻഷ്യൻ കാലഘട്ടത്തിൽ, പുരാതന കാലഘട്ടത്തിൽ നമുക്ക് ഇന്ത്യ എന്ന് പറയുമ്പോൾ മേജറായിട്ട് അന്ന് ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. നമ്മുടെ പഴയ നാട്ടുരാജ്യങ്ങളും ആ സമയത്ത് ഇന്ത്യക്ക് ഇവിടുത്തെ രാജാക്കന്മാർക്കും പെർഷ്യയായിട്ടും, അന്നത്തെ പെർഷ്യ എന്ന് പറയുമ്പോൾ ഇറാൻ ഇറാഖൊക്കെ ഉള്ള സ്ഥലങ്ങളും അറേബ്യ ആയിട്ടും ഒരുപാട് ട്രേഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തന്നെയായിരുന്നു ആ കാലത്ത് പെർഷ്യ അറേബ്യയിലൊക്കെ ട്രേഡിന് വേണ്ടിയും. സ്പൈസസ്, പ്രഷ്യസ് സ്റ്റോൺസ്, ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് കയറ്റി വിടുന്നതും അല്ലെങ്കിൽ അങ്ങോട്ട് നമ്മൾ അവിടെ നിന്നുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടേക്കും ഉപയോഗിച്ചിരുന്നു. ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ആ കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ബാബറിൻ്റെ പുസ്തകങ്ങളിലെ ബാബറിൻ്റെ മെമ്മോയർസിലൊക്കെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വളരെയധികം ട്രേഡിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള സ്ഥലം പറയുന്നുണ്ട്. പിന്നീട് പോർച്ചുഗീസുകാരുടെ സമയം വന്നപ്പോൾ 1515 കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ തന്നെ ദ ഹോർമൂസ് ഐലൻഡ് എന്ന് പറയുന്ന ഈ ഐലൻഡ് പിടിച്ചെടുത്തു. കാരണം അവർക്ക് മനസ്സിലായി ഈ ഐലൻഡ് കൺട്രോൾ ചെയ്യുന്നവൻ ഈ കപ്പൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വരാൻ പോകുന്ന കപ്പലുകൾക്കെല്ലാം വളരെയധികം ട്രേഡ് സുപ്പീരിയോറിറ്റി കിട്ടും. ബ്രിട്ടീഷുകാരും
മുന്നേ തന്നെ പോർച്ചുഗീസുകാർ തിരിച്ചറിഞ്ഞിരുന്നു. അതായത് അവരുടെ ബ്ലൂ വാട്ടർ പോളിസി തന്നെ അതാണ്. ആരാണോ കടലിൽ ഏറ്റവും ശക്തനായിരിക്കുന്ന ആൾ, അയാളാണ് അവിടുത്തെ ഏറ്റവും ശക്തനായിട്ടുള്ള ആൾ. അതുകൊണ്ട് തന്നെ കടലിൽ പ്രധാനപ്പെട്ട ഏരിയയിലൊക്കെ ആരാണ് കൺട്രോൾ പിടിക്കുന്നത് അവർ തന്നെയായിരിക്കും സുപ്പീരിയർ ഫോഴ്സ്. പോർച്ചുഗീസുകാർ ആ പ്രിൻസിപ്പിളിൽ പോയതുകൊണ്ടായിരിക്കാം അവർ ഇത് നേരത്തെ മനസ്സിലാക്കിയത്. പിന്നീട് 20-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷം ഗൾഫ് രാജ്യങ്ങളിൽ ഓയിൽ കണ്ടുപിടിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഓയിൽ കണ്ടുപിടുത്തം പിന്നീട് ട്രേഡിനെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കി. കാരണം ഈ രാജ്യങ്ങളെല്ലാം ഓയിൽ സെല് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഗൾഫ് രാജ്യങ്ങളും ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസും ഓയിൽ എനർജി സപ്ലൈ ചെയിൻ്റെ ആർട്ടറി ആയി മാറി. ഇറാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിക്കാണും എന്തുകൊണ്ടാണ് ഇറാൻ ഈ ഏരിയ ശരിക്കും ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇത്രയും ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള കാരണം ഇറാനും ട്രേഡും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അവർക്കും ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തം ട്രേഡിനെ നശിപ്പിച്ചുകൊണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാര്യം നോക്കുമ്പോൾ ഒരു ജിയോ പൊളിറ്റിക്കൽ തോട്ട് പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇറാൻ്റെ ബാർഗെയിനിങ് ചിപ്പാണ്, ഇറാൻ്റെ ബാർഗെയിനിങ് കാർഡാണ് ഹോർമൂസ്. അതായത് എപ്പോഴൊക്കെ അമേരിക്കയുമായിട്ട് പ്രശ്നം ഉണ്ടാവോ, ഇസ്രായേലായിട്ട് പ്രശ്നം ഉണ്ടാവോ, ഇതൊരു ഡൊമിനോ എഫക്റ്റ് ആണ്. ഇസ്രായേലായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും ഇസ്രായേലിൻ്റെ കൂട്ടുകാരനായ അമേരിക്ക ഇടപെടും. അപ്പോൾ ഉറപ്പായിട്ടും അമേരിക്കയും ഇസ്രായേലും ഒരു ലീഗാവും. സോ വെനെവർ ഒരു പ്രശ്നം ഈ ഏരിയയിൽ അമേരിക്ക ഇറാനെതിരെ എന്തെങ്കിലും ചെയ്തോ, ഒരു സാങ്ഷൻ പ്രഖ്യാപിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തു, അമേരിക്കക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ബാർഗെയിനിങ് കാർഡാണ് ഹോർമൂസ് സ്ട്രെയിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും ഇസ്രായേലിൽ അമേരിക്കക്കെതിരെ പ്രശ്നമുണ്ട്. ഇമ്മീഡിയറ്റ്ലി ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ 18ാമത്തെ അടവ് എടുക്കുന്നു പറഞ്ഞ പോലെ തീരെ നിവൃത്തിയില്ലെങ്കിൽ അവർ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഇറാൻ്റെ ട്രേഡ് പോയാലും കുഴപ്പമില്ല. പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളും ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങൾ ഓയിലിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളുടെ ട്രേഡ് നശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം തിരിച്ച് അമേരിക്കയ്ക്ക് പ്രഷർ കൊടുക്കുമ്പോൾ അമേരിക്ക അടങ്ങും എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. ഈ ബാർഗെയിനിങ് കാർഡായിട്ടാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ ഇറാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രധാനപ്പെട്ട ഇറാനിലുള്ള IRGC ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ നേവി ഉണ്ട്. പ്രത്യേക വിഭാഗം ഇതാണ്, ആർമിയാണ് ഇറാൻ്റെ. അതിൽ റെവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. അവരുടെ നേവി അനുസരിച്ചിട്ട് അവർക്ക് പ്രത്യേകതരം അസിമെട്രിക്കൽ വാർഫെയർ എന്ന് പറയും. കാരണം വരുന്ന ഷിപ്പുകൾക്കെതിരെ ഈക്വൽ അല്ലാത്ത രീതിയിലൊക്കെ മൈൻസ് വിരിക്കുക, ആൻറ്റി ടാങ്ക് മൈൻസ് പോലെ തന്നെ മൈൻസ് വിരിക്കുക, ഡ്രോൺസ് അറ്റാക്ക് നടത്തുക, ആൻറ്റി മിസൈൽസ്, ഷിപ്പ് മിസൈൽസ് ഫയർ ചെയ്യുക. അങ്ങനെ സാധാരണ കാർഗോ ഷിപ്സിനെയൊക്കെ ഇത്തരത്തിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതുവഴി ട്രേഡ് വരില്ലെന്ന് മാത്രമല്ല, ഇതുവഴി പോകുന്ന ഷിപ്പുകളുടെ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രൈവറ്റ് ഷിപ്പിംഗ് ആണ് വരുന്നതെന്ന് വിചാരിക്കും, ഇത്രയും കാർഗോ കൊണ്ടുവരുന്നത്, ആ ഷിപ്പ് ഇവിടെ കൂടെ വരില്ല. ഇനി വന്നാൽ തന്നെ ആ ഷിപ്പിൻ്റെ റിസ്കി ഏരിയയിൽ പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻഷുറൻസ് കൂടും, പ്രീമിയംസ് കൂടും. അപ്പോൾ ഷിപ്പിൻ്റെ സാധാരണ ഒരു വിലയെക്കാട്ടും കൂടുതൽ ഈ പ്രീമിയം ഇൻഷുറൻസ് ഒക്കെ കയറുമ്പോൾ അത് ഫൈനൽ പ്രോഡക്റ്റിൻ്റെ വിലയിലും ആ പ്രൈസൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന അപ്പോൾ ഇൻഷുറൻസ് കൂടുതലല്ലേ. അങ്ങനെ ഈ ഏരിയനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനുള്ള ബാർഗെയിനിങ് കാർഡാണ് ഇറാൻ്റെ. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ശരിക്കും അടച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇറാൻ പ്രശ്നമുണ്ടാക്കി കഴിഞ്ഞാലും വേറെ ഓൾട്ടർനേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാം. ഇതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് കണ്ടിന്യൂ ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ബി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ പൈപ്പ് ലൈനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ UAE അബുദാബി പൈപ്പ് ലൈൻ ഉണ്ട്, അതേപോലെ സൗദി പൈപ്പ് ലൈൻ, ഗോറെ ജാസ്ക്, ഇറാനിയൻ പൈപ്പ് ലൈൻസ് ഒക്കെ ഉണ്ട്, ഒമാൻ വഴി പോകുന്ന കുറേ പൈപ്പ് ലൈൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഏരിയ കൺട്രോൾ ചെയ്യുന്ന ട്രേഡിൻ്റെ വോളിയം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ എത്രയോ ശതമാനം കുറവാണ് ഈ ചെറിയ പൈപ്പ് ലൈൻ വഴി പോകുന്നത്. സോ പൈപ്പ് ലൈൻ വഴി അത്യാവശ്യം കുറച്ച് ഓയിലൊക്കെ കൊണ്ടുപോകാന്നല്ലാതെ ഇതിൻ്റെ മാസീവ് വോളിയം അനുസരിച്ചിട്ട് വളരെ കുറവാണ് പൈപ്പ് ലൈൻ. അപ്പോൾ ഒരു ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ലൈവായിട്ട് നിർത്തുകയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സ്വാഭാവികമായിട്ടും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിൽ റെഡ് സീ, സൂയസ് കനാൽ വഴിയും ട്രേഡ് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസും സൂയസ് കനാൽ വഴി പോകുന്ന ട്രേഡ്, റെഡ് സീ വഴി പോകുന്ന ട്രേഡ്, മെഡിറ്ററേനിയൻ സീ വഴി വരുന്ന മാപ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം വേൾഡ് ട്രേഡിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസാണ്. അപ്പോൾ എന്തായാലും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസും കൂടെ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഡൈനാമിക്സും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സാധാരണ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യം ഓർത്താൽ മതി. ഏത് രാജ്യം, ഇപ്പോൾ ലണ്ടനിൽ നിന്നൊരു ഷിപ്പ് വരികയാണെന്ന് വിചാരിക്കുക, ലണ്ടനിൽ നിന്നൊരു ഷിപ്പ് വരികയാണ്. ലണ്ടനിൽ ഷിപ്പ് വരികയാണെങ്കിൽ ഒരിക്കലും ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വഴി പോകേണ്ട ആവശ്യമില്ല. ലണ്ടൻ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്നൊരു ഷിപ്പ് വരുമ്പോൾ അവർ നേരെ ലണ്ടനിൽ നിന്ന് മെഡിറ്ററേനിയൻ സീ വഴി വന്ന് സൂയസ് കനാൽ വഴി കയറി റെഡ് സീ വഴി, മാപ്പ് നോക്കിയാൽ മതി, റെഡ് സീ വഴി താഴേക്ക് വന്ന് ബാബൽ ആൻഡ് മന്ദാബ് എന്ന് പറയുന്ന യമൻ്റെ റൂട്ട് വഴി അറേബ്യൻ സീ വഴി ഇന്ത്യയിലേക്ക് എത്തിയാൽ മതി, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയാൽ മതി. ഇവർക്കൊരിക്കലും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലേക്ക് വരണം. അപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ഗൾഫ് രാജ്യങ്ങളായിട്ട് കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAE, ഒമാൻ, ഇറാൻ, ഇറാഖ്, ഗൾഫ് രാജ്യങ്ങളോട് ഇൻട്രാക്ട് ചെയ്ത് വരണമെങ്കിൽ മാത്രമേ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വഴി കയറേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത രീതിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ്ലി റെഡ് സീ വഴി നമുക്കിവിടെ വരാം. അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വരുന്ന ഒരു ഷിപ്പിന് പ്രധാനമായിട്ടും ഇതല്ലാതെ പണ്ട് കാലത്ത് പോർച്ചുഗീസുകാർ ഇന്ത്യ വരാൻ കണ്ടുപിടിച്ച്, ബാത്ലൊമേ ഡിയാസ് കണ്ടുപിടിച്ച് ദി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്ന രീതിയിൽ യൂറോപ്പിൽ നിന്നും അറ്റ്ലാന്റിക് സീ വഴി ആഫ്രിക്കയുടെ വെസ്റ്റ് കോസ്റ്റ് വഴി കൃത്യം താഴേക്ക് വന്ന് ചുറ്റി ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ അറേബ്യൻ സീ കട്ട് ചെയ്ത് കയറാൻ പറ്റും. പക്ഷേ ഇത് ഇന്നത്തെ ഷിപ്പിംഗ് റൂട്ട്സ് ഈ റൂട്ട് എടുക്കാറില്ല, കാരണം ഇത് വലിയ ലെങ്തി റൂട്ടാണ്. സാധാ റൂട്ട് 40% പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു റൂട്ടാണ്. അതുകൊണ്ട് തന്നെ സൂയസ് കനാലിലും മെഡിറ്ററേനിയൻ സീയിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് മാത്രമാണ് ഈ വലിയ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി വരുന്നത്. വലിയ ലെങ്തിയാണ്, കോസ്റ്റ് വൈസും വളരെ കൂടുതലാണ്. അപ്പോൾ ഗൾഫിലേക്ക് കയറി ഓയിലും കാര്യങ്ങളും യൂറോപ്യൻസിന് എടുക്കണമെങ്കിൽ മാത്രമേ അവർ ഹോർമൂസ് സ്ട്രെയ്റ്റ് ഉപയോഗിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ട്രേഡ് റൂട്ടാണ് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ഷിപ്പുകളെല്ലാം മെഡിറ്ററേനിയൻ സീ വഴി, സൂയസ് കനാൽ വഴി, റെഡ് സീ വഴി താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടേക്ക് അവസാനമുള്ള എറിട്രിയ, ഡിജിബൂട്ടി മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ യമന്റെ ഭാഗത്തൂടെ കടന്നു പോകണമെങ്കിൽ ബാബൽ അൽ മന്ദാദ് എന്ന് പറയുന്ന ഈ സ്ഥലം ഇവിടെ യമനി കൺട്രോളിലാണ്. അതും ഹൂത്തീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ ഹൂത്തീസിനെ സപ്പോർട്ട് ചെയ്യുന്നതും ഇറാൻ തന്നെയാണ്. അതാണ് ഇറാൻ്റെ പ്രോക്സിയാണ്. അതാണ് പലരും പറയുന്നത്, ഹൂത്തീസ് എന്ന് പറയുന്നത് ഇറാൻ്റെ പ്രോക്സിയാണ്. അപ്പോൾ ഈ വഴി വരുന്ന ട്രേഡും വേണമെങ്കിൽ ഇറാനിന് കട്ട് ഓഫ് ചെയ്യാം. ലോകരാജ്യം, നേരത്തെ ഞാൻ പറഞ്ഞു ബാർഗെയിനിങ് കാർഡാണ്. അപ്പോൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൽ പ്രഷർ കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം ഇറാൻ പ്രഷർ കൊടുക്കും ആ രാജ്യം വരുന്ന ട്രേഡിന്. ഇനി യൂറോപ്യൻ ട്രേഡിനും പ്രഷർ കൊടുക്കണമെങ്കിൽ, അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ യൂറോപ്പിനെതിരെ പ്രഷർ കൊടുക്കണമെങ്കിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൽ പ്രഷർ കൊടുത്തിട്ട് കാര്യമില്ല. ഗൾഫ് ഇവിടെ സൂയസ് കനാൽ വഴി, റെഡ് സീ വഴി ഈ പറയുന്ന യമനി ഹൂത്തീസിനെ പ്രോക്സിയാക്കി വെച്ചിട്ട് അവിടെ വരുന്ന ഷിപ്പിങ്ങിന് പ്രഷർ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അവിടെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് കൂടെ ഷിപ്പ് വരില്ല, നേരെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കറങ്ങിയേ വരുള്ളൂ. അപ്പോൾ എഗെയിൻ ഷിപ്പിംഗ് ചാർജ് കൂടും, പ്രീമിയം കൂടും, ഇൻഷുറൻസ് കൂടും, സമയത്തിന് എത്തില്ല, ലോകത്തെ ട്രേഡ് മൊത്തം താറുമാറാവും. ഇതാണ് ഈ രീതിയിലുള്ള അവരുടെ ബാർഗെയിനിങ് കാർഡ് എന്ന് പറയുന്നത്. സോ എങ്ങനെ നോക്കിയാലും ഇറാന് രണ്ട് രീതിയിലുമുള്ള പവർ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ ഒരു ട്രേഡ് റൂട്ടും കൂടെ അറിഞ്ഞു വെക്കുന്നത് വളരെ നല്ലതാണ്. എന്തായാലും ഇറാൻ പ്രശ്നം നടന്നുകൊണ്ടിരിക്കും തോറും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ട്രേഡ് എഫക്റ്റ് ആയിക്കൊണ്ടേയിരിക്കും.